ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് ബ്ലോഗ്സ്. കർക്കിടകം കഴിഞ്ഞു, ചിങ്ങം അവസാനിക്കാറായില്ലേ? എന്നിട്ട് പോലും മഴയുടെ കനം ഒന്നും കുറഞ്ഞിട്ടില്ല. ഓണത്തിന് മുൻപേ എല്ലാം പെയ്ത് തീർക്കുമായിരിക്കും അല്ലേ? ഒരു ഹെൽത്തി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. പ്രഭാത ഭക്ഷണം കഴിക്കാൻ മറന്നാൽ അല്ലെങ്കിൽ കഴിക്കാതിരുന്നാൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും? തലവേദന എന്തായാലും കൂടും, പിന്നെ ദഹനശക്തി കുറയും, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ വളരെയധികം കൂടും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അതിനുശേഷം പിന്നെ എന്ത് കഴിച്ചാലും ഗ്യാസ് ട്രബിൾ ഉണ്ടാകും. നമ്മുടെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. അതായത് നമുക്ക് പെട്ടെന്നൊരു സ്വഭാവ മാറ്റം ഉണ്ടാകും. പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം തന്നെ കുറയും. നമ്മൾ കാര്യങ്ങളെല്ലാം മറക്കാൻ തുടങ്ങും. മെമ്മറി പവർ കുറയാൻ തുടങ്ങും. എന്തായാലും ഒരു 8:30 മാക്സിമം 9 മുൻപ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതുപോലെ തന്നെ ലഞ്ച് കഴിക്കുന്നത് 1 മണിക്ക് തന്നെ കഴിക്കുക. മാക്സിമം 2 മണി കഴിക്കുക. അതിന് ശേഷം കൂടരുത്. 2 മണിക്ക് ശേഷം കഴിക്കരുത്. അതിന് മുൻപ് തന്നെ ലഞ്ചും കഴിക്കുക. നമ്മുടെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഒരു 4 മണിക്കൂറായിരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം ഉള്ള ഭക്ഷണം ഒരു 9 മണിക്ക് മുൻപ് തന്നെ കഴിക്കുക. നമ്മുടെ ഉറക്കത്തിന് 3-4 മണിക്കൂറെങ്കിലും മുൻപേ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിനുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഫുൾ എനർജിയും കിട്ടുന്നത് രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. അതുപോലെ തന്നെ രാവിലെ രാജാവിനെ പോലെ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ വൈകുന്നേരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനെ ഒരു ചെറിയ ഒരു ഹെൽത്തി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു കടലക്കറിയും കുറച്ച് ഇടിയപ്പമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ കടലക്കറി എങ്ങനെ ഉണ്ടാക്കിയതെന്നെല്ലാം ഉള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും കടല ഒന്നുകൂടി പറയാം. കടല വേവിച്ച് തലേന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ച കടല വേവിച്ച് അതിനോടൊപ്പം ഒരു 2-3 തക്കാളി കൂടി കട്ട് ചെയ്തിട്ടു. 1.5 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു മുറി തേങ്ങയിൽ 1 സ്പൂൺ ജീരകവും കൂടിയിട്ട് 3 വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം കടുക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ, കടുക്, കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ ഉള്ളി കൂടി കട്ട് ചെയ്തതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം കടുക് താളിച്ച് ഇതിലോട്ട് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആര്യലൈസ് ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.